രാഷ്ട്രീയ ഭൂപടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോർവിളി വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ KSU പ്രതിഷേധവും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരിക്കേറ്റുവെന്നും വധിക്കാൻ ശ്രമം നടന്നുവെന്നും ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത FIR-ലെ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന പോലീസ് റിപ്പോർട്ടും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് സർക്കാരിനെയും CPM-നെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നത്. മന്ത്രിയുടെ കഴുത്തിന് താരെ മാരകായുധം കൊണ്ട് പരിക്കേൽപ്പിച്ചുവെന്നും അവരെ വധിക്കാൻ ബോധപൂർവമായ നീക്കം നടന്നുവെന്നുമാണ് പ്രാഥമിക വിവര റിപ്പോർട്ടിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ റെയിൽവേ സ്റ്റേഷനിലെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം ഉത്തരമേഖല DIG-ക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ പുതിയ റിപ്പോർട്ടിൽ മന്ത്രിക്ക് മർദ്ദനമേൽക്കുകയോ സുരക്ഷാ വീഴ്ച സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. അന്വേഷണ ഏജൻസികൾ തന്നെ രണ്ടു തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് നിയമപരമായും രാഷ്ട്രീയമായും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സംഭവ ദിവസം പ്ലാറ്റ്ഫോമിൽ വെച്ച് KSU പ്രവർത്തകർ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറിയെന്നും കൊല്ലട അവളെ എന്ന് ആക്രോശിച്ചുകൊണ്ട് മന്ത്രിയുടെ കഴുത്തിൽ ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നുമാണ് FIR-ൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ പോലീസിന്റെ ആഭ്യന്തര റിപ്പോർട്ട് ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. സമരക്കാർ മന്ത്രിയുടെ അരികിലേക്ക് പോലും എത്തിയിട്ടില്ലെന്നും കനത്ത പോലീസ് വലയത്തിലായിരുന്ന മന്ത്രിക്ക് നേരെ യാതൊരു വിധത്തിലുള്ള ശാരീരിക ആക്രമണവും ഉണ്ടായിട്ടില്ലെന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പ്രതിഷേധം ഉണ്ടായപ്പോൾ മന്ത്രി സമരക്കാർക്കെതിരെ തിരിയുകയും ആ സമയത്ത് പോലീസുകാർ മന്ത്രിയെ അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നുമാണ് ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത ഉദ്യോഗസ്ഥർ പറയുന്നത്. പോലീസിന്റെ തന്നെ റിപ്പോർട്ടുകൾ തമ്മിലുള്ള ഈ വലിയ അന്തരം കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. സമരക്കാർ മന്ത്രിയെ തൊട്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് കഴുത്തുവേദന ഉണ്ടായതെന്നും ശാരീരിക അസ്വസ്ഥത ഉണ്ടായതും എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രതിഷേധത്തിന് പിന്നാലെ മന്ത്രി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു. കഴുത്തിന് വേദനയുണ്ടെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് വിദഗ്ധ പരിശോധനകൾ നടത്തുകയും വിദേശത്തു നിന്നുള്ള ഡോക്ടർമാരുടെ വരെ നിർദ്ദേശങ്ങൾ തേടിയതായും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പോലീസ് റിപ്പോർട്ടിൽ അക്രമം നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുമ്പോൾ മന്ത്രിയുടെ ആശുപത്രിവാസം വെറും അഭിനയമാണോ എന്ന പരിഹാസവുമായി പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളിനുമിടയിൽ മന്ത്രിയെ മാറ്റാൻ ശ്രമിച്ച പോലീസുകാരുടെ തന്നെ കൈമുട്ടോ മറ്റ് അബദ്ധത്തിൽ മന്ത്രിയുടെ കഴുത്തിൽ തട്ടിയിരിക്കാമെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഈ സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. ഈ സംഭവത്തെ ഒരു രാഷ്ട്രീയ നാടകമായാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോൺ കോളിന് ശേഷമാണ് മന്ത്രിക്ക് പെട്ടെന്ന് കഴുത്തുവേദന അനുഭവപ്പെട്ടതെന്നും തുടർന്ന് അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതെന്നും KPCC നേതാക്കൾ പരിഹസിക്കുന്നു. സാധാരണ നിലയിലുള്ള ഒരു ജനാധിപത്യ പ്രതിഷേധത്തെ വധശ്രമമാക്കി മാറ്റി KSU പ്രവർത്തകരെ ജയിലിലടയ്ക്കാനുള്ള CPM ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ മന്ത്രിയെ വധിക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നുവെന്നും ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്നും CPM സംസ്ഥാന നേതൃത്വം ആവർത്തിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലുള്ള ഒരു ഭരണഘടന പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരെ നടന്ന ആക്രമണത്തെ നിസ്സാരവൽക്കരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഗൗരവകരമാണെന്നും പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പോലീസ് റിപ്പോർട്ടിലെ പുതിയ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ അത് സർക്കാരിന് വലിയ തലവേദനയാകും. വധശ്രമത്തിന് കേസെടുത്ത് മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലെന്ന് കോടതി നിരീക്ഷിച്ചാൽ അത് ആഭ്യന്തര വകുപ്പിന് മേൽ കനത്ത പ്രഹരമാകും. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടും FIR-ഉം തമ്മിലുള്ള വൈരുദ്ധ്യം പ്രതിഭാഗം അഭിഭാഷകർ കോടതിയിൽ പ്രധാന ആയുധമാക്കും. CCTV ദൃശ്യങ്ങളിൽ അക്രമം നടന്നതായി കാണുന്നില്ലെങ്കിൽ വധശ്രമ കേസ് നിലനിൽക്കില്ലെന്ന് സർക്കാരിനെ കുഴക്കുന്ന ഒരു കാര്യമാണ്. ഇതിനിടെ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും പോലീസ് റിപ്പോർട്ടും തമ്മിൽ ഒത്തുപോകാത്തത് മെഡിക്കൽ കോളേജ് അധികൃതരെയും പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന ചോദ്യം മെഡിക്കൽ രംഗത്തെ ധാർമ്മികതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം മന്ത്രിയെ ആക്രമിച്ചവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്നാവശ്യപ്പെട്ട് DYFIയും രംഗത്തുണ്ട്. ഭരണസിര കേന്ദ്രങ്ങളിൽ ഈ വിഷയത്തെ ചൊല്ലി വലിയ അസ്വാരസ്യം നിലനിൽക്കുന്നുമുണ്ട്. പോലീസ് റിപ്പോർട്ട് ചോർന്നതിനെ കുറിച്ചും അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതിനെ കുറിച്ചും ആഭ്യന്തര വകുപ്പിൽ അന്വേഷണം നടന്നേക്കാം. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും കേസിന്റെ ഗതി നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുമെന്നതും ഉറപ്പാണ്. സത്യം പുറത്തു കൊണ്ടുവരാൻ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട്.